റോഡിലൂടെ കടന്നുപോകുന്ന പ്രചാരണ വാഹനത്തിൻ്റെ അനൗൺസ്മെൻറ്റിലൂടെ പ്രിയപ്പെട്ട ആ പേര് കേട്ടു. താഴെ എത്തും മുൻപ് പൊയ്ക്കളയുമോ എന്ന ചിന്ത മനസ്സിലുണ്ടായിരുന്നു. എന്നാലും പോകാൻ തന്നെ തീരുമാനിച്ചു. ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിനെ തേടി സഖാവ് ശോശാമ്മ പുന്നക്കുന്നിന് മുകളിലെ വീട്ടിൽ നിന്ന് താഴേക്കിറങ്ങി. കടന്നുപോകാൻ തുടങ്ങിയ പ്രചാരണ വാഹനം അമ്മയ്ക്ക് മുന്നിൽ നിന്നു. എല്ലാ കാഴ്ചയിലും ചെറുതായി നുള്ളി സ്നേഹമറിയിക്കുന്ന അമ്മ ഇത്തവണ നിറഞ്ഞ കണ്ണുകളോടെ വീണ ജോർജിനെ ചേർത്ത് പിടിച്ചു. അന്ന് എന്നെ കണ്ട ഉടനെ ഇറങ്ങിഞ്ഞു വന്നു. എന്നെ കെട്ടി മാറോടെ എന്നെ ചേർത്തു. ഞാനും മാറോടെ ചേർത്ത് കരഞ്ഞു. കിടന്ന മാല ഊരി എനിക്കിട്ടു. ഞാനും ആ മാല അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വിട്ടു. ജയിച്ചിരിക്കുക, ജയിച്ചു ജയിച്ചു, മാറ്റമില്ല. ഈ കൊടി ഉയർന്നു നിൽക്കുക. ശോശാമ്മ സഖാവിനെ പറ്റി ഹൃദ്യമായ ഓർമ്മകളാണ് വീണ ജോർജിനുള്ളത്. എൻ്റെ 2016 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അനുഭവം, എനിക്കൊരു കുറിപ്പ് എഴുതി തന്നിരുന്നു. ഞാൻ കുറേ നാൾ ആ കുറിപ്പ് സൂക്ഷിച്ചിരുന്നു. ഒരു വെള്ളക്കടലാസിൽ പെൻസിലിൽ എഴുതി തന്നിരുന്നു. സഖാവ് ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹം എന്നൊക്കെ പറഞ്ഞാണല്ലോ, നമുക്കൊന്നും പകരം കൊടുക്കാനില്ലാത്ത സ്നേഹമാണ്. നിലവിൽ മകൾക്കൊപ്പമാണ് അമ്മ താമസിക്കുന്നത്. പഴയ സഖാവിൻ്റെ ആവേശം ശോശാമ്മയുടെ വാക്കിലും ചലനത്തിലുമുണ്ട്. ഒരു സഖാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നോ, നമുക്ക് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കഷ്ടതയിൽ, നമ്മുടെ പ്രയാസത്തിൽ എല്ലാം നമുക്ക് സഹായിക്കാനും ഒരു മനസ്സുള്ള ഒരു സഖാവാത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ അതൊരു വിശാലമായ ആശയത്തിൻ്റെ ഭാഗമായി അമ്മ കൊടുക്കുന്ന സ്നേഹമാണ്. അതായത് ആരെയും പ്രതിസന്ധിയിൽ സഹായിക്കാൻ കഴിയുന്ന മനുഷ്യരാരുണ്ടോ അവർ സഖാവാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു സഖാവിനെ കാണാനിറങ്ങി ഓടിയ ദൃശ്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ഈ സഖാവ് അങ്ങനെ എത്ര ഉയരത്തിലായാലും ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ഈ വടിയും കുത്തി ഓടി ഇറങ്ങും എന്നുള്ളത് തന്നെയാണല്ലേ. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.